സൂക്ഷിക്കണം. കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കണ്ടോ, ചിരിക്കുന്നതൊക്കെ സൂം ചെയ്തൊക്കെ കാണിക്കും എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളെല്ലാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്താണ് ഇവർ പറയുന്ന കുണ്ടീന്ന ലേശം എങ്കിലും ഉളുപ്പുണ്ടോ മലവാണങ്ങളെ ഞാൻ വിളിച്ചതല്ല, അവരെ കമന്റ് ബോക്സിൽ അവരെ വിളിച്ചിരിക്കുന്നതാണ്, തെറ്റില്ല. പക്ഷേ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമന്റുകൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികൾ അല്ല. നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വെർബൽ അബ്യൂസിന് ഈ സമൂഹമോ മറ്റുള്ള ആൾക്കാരോ നിങ്ങളോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ചിലർക്കൊക്കെ ചില സ്ഥലങ്ങളിൽ ഈ ആല് കിളിർത്ത് കഴിഞ്ഞാൽ അത് അവർക്ക് തണലായിട്ട് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ RJ അഞ്ജലി ഒരു കയ്യിൽ നിന്ന് ഒരു കാര്യം തെറ്റുപറ്റിയാൽ മലയാളികളോട് അല്ലെങ്കിൽ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന അവരെ ഈ ഉയർത്തിവിട്ട ആൾക്കാരോട് ഒരു മിനിമം മര്യാദയിൽ ഒരു മാപ്പ് പറയുക, അല്ലെങ്കിൽ ക്ഷമ പറയുക. ഈ പറഞ്ഞ കാര്യം അത് ആർക്കെതിരെയാണോ പറഞ്ഞത് ആ സ്ത്രീയോട് ഒരു ക്ഷമ, പബ്ലിക്കലി തന്നെ ഒരു മാപ്പ് പറയുക. ആരെയാണോ വേദനിപ്പിച്ചത് ആ വേദനിപ്പിച്ച സ്ത്രീയുടെ വേദന കാരണമാണ് മലയാളികൾ പ്രതികരിച്ചെന്ന് പോലും മനസ്സിലാക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഈ സ്ത്രീ, പ്രിയപ്പെട്ട സ്ത്രീയെ, നിങ്ങൾക്ക് ഒരു റെസ്പെക്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്ന് സംസാരിച്ചിരുന്നു. ഞാൻ RJ അഞ്ജലിയോടാണ് സംസാരിച്ചത്. ആ റെസ്പെക്ട് ഇനി ഉണ്ടാവത്തൊന്നുമില്ല. നിങ്ങളുടെ ഈ ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഞാൻ ഇത് വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അൺഫോളോ ചെയ്തിട്ടില്ല എന്ന് കാണിച്ചു. ഞാൻ ഇപ്പൊ അൺഫോളോ ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് റീസൺ ഉണ്ട്. കാരണം ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ പബ്ലിക്കിനെയും പ്രേക്ഷകരെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും കേരളം കത്തുമോ പിള്ളേച്ച നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു, പോസ്റ്റ് ഇടുന്നു, പോസ്റ്റ് മുക്കുന്നു. എന്നിട്ട് പോസ്റ്റിന്റെ താഴെ സ്റ്റോറി ഇടുന്നു, സ്റ്റോറി മുക്കുന്നു. അതിനുശേഷം ആ പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റ് ബോക്സിന്റെ അകത്ത് മൊത്തം കമന്റ് എഗെയിൻസ്റ്റ് ആയപ്പോൾ ആ കമന്റ് മുക്കി ഓടി, ഇപ്പം കണ്ടം വഴി ഓടിയിട്ട് ചിരിച്ചുകൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ മറ്റുള്ള ജനങ്ങളെയും മറ്റുള്ളവരെയും വിമർശിച്ച ആൾക്കാരെയും പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന RJ അഞ്ജലിക്ക് നല്ല നമസ്കാരം കേട്ടോ, നല്ല നമസ്കാരം. ഇനി ഈ വീഡിയോ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ RJ അഞ്ജലി അപ്പുറത്ത് ഇരിക്കുന്ന ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മെഹന്തി ആർട്ടിസ്റ്റ്, പ്രിയപ്പെട്ട ചേച്ചി, നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാം. നിങ്ങളോട് ബഹുമാന പുരസ്സരം പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആ സ്ത്രീയെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ശരത് പരമേശ്വർ എന്ന് പറയുന്ന മൂപ്പരെന്ന് രീതിയിലുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയിലേക്ക് നിങ്ങളൊന്ന് വരണം. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം വ്യക്തമായി സംസാരിക്കാനുള്ളതാണ്. അതോടൊപ്പം തന്നെ RJ അഞ്ജലിക്ക് നല്ല 8ന്റെ പണി വരുന്നുണ്ട്. അത് ഇപ്പോഴൊന്നുമല്ല, അത് പണി കിട്ടുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഈ ചിരിച്ചില്ലേ, സമൂഹത്തിനെ നോക്കി ചിരിച്ചില്ലേ, സമൂഹത്തിനെ പരിഹസിച്ചിരിച്ചില്ലേ, സമൂഹത്തിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ ഇടുന്ന പോസ്റ്റ് ഇല്ലേ, അതിനെല്ലാത്തിനും നിങ്ങൾ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ പബ്ലിക്കായിട്ട് ആ സ്ത്രീയോട് നിങ്ങൾ മാപ്പ് പറയണം. ആ സ്ത്രീയോട് നിങ്ങൾ ഈ നിമിഷം വരെ മാപ്പ് പറഞ്ഞിട്ടില്ല, ആ മാപ്പ് നിങ്ങൾ പറയേണ്ടി വരും. ഇനി ഈ RJ അഞ്ജലി കാണിച്ചേക്കുന്ന ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ആൾക്കാരെ മൊത്തം അപമാനിക്കുന്ന, കളിയാക്കുന്ന, പരിഹസിക്കുന്ന, അവരെന്തോ ആണെന്നൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ലെവലിൽ ഇരുന്നുകൊണ്ട് കാണിച്ചിട്ടുള്ള ഒരു ചെറിയ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി സ്വന്തമായിട്ട് ഞാൻ വലിയ സംഭവമാണ്, അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഓടിയ ആ സ്ത്രീക്ക് ഭയമാണ്, ഭീതിയാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് നിങ്ങൾ സംസാരിച്ച ആ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിക്കൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. RJ അഞ്ജലി, നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അത് വരി നിങ്ങളുടെ പുറകെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ കുണ്ടി പ്രയോഗങ്ങൾ ഇവർ ഇന്നലെ തുടങ്ങിയെന്നുള്ള കാര്യമൊന്നുമല്ല. ഇത് കണ്ടോ. വകുപ്പിലേക്ക് സ്വാഗതം. ഹലോ, ബൈക്കൊക്കെ ഉണ്ടോ? ഓടിക്കാറുണ്ടോ അതോ? ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ. പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത്? ഇല്ല, മറ്റുള്ള റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരുടെ മറ്റേ നിങ്ങൾ പറഞ്ഞ സ്ഥലത്താണ് കൊണ്ട് പാർക്ക് ചെയ്യാറുള്ളത്, അല്ലാതെ പാർക്കിംഗ് സ്ഥലത്തല്ല ആൾക്കാർ പാർക്ക് ചെയ്യാറുള്ളത്. അപ്പാർട്ട്മെന്റില് പാർക്കിംഗ് തന്നിടത്താണ് നമ്മൾ. അല്ല, വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം. കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കണ്ടോ, ചിരിക്കുന്നതൊക്കെ സൂം ചെയ്തൊക്കെ കാണിക്കുന്നത് RJ അഞ്ജലിയാണ് കേട്ടോ. മഹാ വനിതയാണ്, ധീര വനിതയാണ്. കേരളത്തിന്റെ അകത്ത് പ്രാങ്ക് ചെയ്ത സംഭവത്തിന്റെയും തലതൊട്ടപ്പത്തി എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു പുള്ളിക്കാരത്തിയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. കമന്റ് ബോക്സിൽ മെഴുകുന്നുണ്ട്. കമന്റുകളെല്ലാം മുക്കി കണ്ടം വഴി ഓടിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ കമന്റ് ബോക്സ് നമുക്ക് നോക്കാം. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. ഈ കുട്ടിക്ക് ഭയങ്കര കുണ്ടിയോടുള്ള ഭയങ്കര മതിഭ്രമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഇവർ കമന്റ് ബോക്സിന്റെ അകത്ത് മൊത്തം ആൾക്കാർ കൊടുക്കുന്ന ഒരു മറുപടി എന്ന് വെച്ചാൽ ഈ പറയുന്ന പദം അത്ര മോശമായിട്ടുള്ള പദമല്ലല്ലോ, ഇത് നല്ല പദമാണല്ലോ. ഒരു കാര്യം ചെയ്താൽ മതി, പബ്ലിക് പ്ലേസിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ചേച്ചിയുടെ കുണ്ടിയിൽ ഇതിരിക്കുന്നു പബ്ലിക്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് പുറകെ കൂടെ വന്നിട്ട് നമ്മളങ്ങനെ പറയാം. ഓക്കെ, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. സ്ത്രീ ശരീരഭാഗങ്ങളെ അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളെ ഈ തെറികളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രവണത, അത് വെർബൽ അബ്യൂസ് എന്നുള്ള പരിഗണന, ആ ഒരു പട്ടികയിൽ വരുന്ന കാര്യമാണ്. അതുപോലും അറിയാത്ത ഒരാളാണ് ഈ പറഞ്ഞ RJ അഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ലേ സ്ത്രീയെ? എനിക്ക് അങ്ങനെ ചോദിക്കാറുള്ളൂ. ഹിപ്പോപ്പൊട്ടാമസും അല്ലെങ്കിൽ നമ്മുടെ റൈനോസറസും തോറ്റുപോകുന്ന തൊലിക്കെട്ടിയും വെച്ചുകൊണ്ട് നിങ്ങൾ അപമാനിക്കുന്ന ആൾക്കാരെ കളിയാക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇനി അവരുടെ പോസ്റ്റിലേക്കൊക്കെ പോകാം. ആദ്യം ഇത്രയും കംപ്ലീറ്റ് ചെയ്യാം. അത് ചിലപ്പോൾ ഫ്രൈ ആയി പോകും. ആവശ്യമുള്ള കാര്യങ്ങളല്ലേ, നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട. നല്ല ഇളി 2025 ഏറ്റവും നല്ല ഇളിയാണ്. അത് RJ അഞ്ജലിക്ക് അവാർഡും കൊടുത്തേക്ക് കേട്ടോ. ഈ ചിരിയാണ് മെയിൻ. നമ്മളെ വൈകുന്നേരം സമയമാകുമ്പോഴേക്കും നമ്മുടെ വയലേലകളിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് തവളകൾ പോക്കറാന്ന് കളിക്കുന്നില്ലേ, അതുപോലത്തെ സംഭവം അടിപൊളിയാണ്.
മനസ്സിലായില്ലേ? അലാറത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക നമുക്ക്. എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഞാൻ പെട്ടെന്ന് ഞെട്ടി. പിന്നെയാണ് എനിക്കറിയാം ഈ കോൾ എവിടെ നിന്ന് വരും. ഇത് പിന്നെ ഒരു കാര്യം, പ്ലാൻഡ് അല്ലാത്തത് കൊണ്ടെല്ലാം ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഇല്ലാതെ വളരെ ഒറിജിനൽ ആയിട്ടുള്ള കോണ്ടന്റ് ആയതുകൊണ്ട് ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കുണ്ടിപ്രയോഗം നടത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ഈ മറ്റേ ശിവ എന്ന് പറയുന്ന പുള്ളിക്കാരെ അറിയാം നമുക്ക്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഈ സംഭവം വരുന്നുള്ള കാര്യം, ഇതൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് ചെയ്യുന്നുള്ള കാര്യമൊക്കെ അരിയാഹാരം കഴിക്കുന്ന നമുക്ക് മനസ്സിലാവും, സാധാരണക്കാരെ പറ്റിക്കുമെങ്കിലും. ഈ കമന്റ് ബോക്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കമന്റ്സ് മാത്രം നോക്കാം, എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് പോവാം. നിങ്ങളുടെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറപ്പാണ്, വൃത്തികെട്ട പ്രോഗ്രാം, കുണ്ടി പ്രോഗ്രാം. ജനങ്ങളുടെ പ്രതിഷേധവും പ്രതികരണമാണ്. എന്നിട്ട് അവർ പറയുന്ന പബ്ലിക്കിന്റെ മുമ്പിലേക്കുള്ള അബ്യൂസ് വേർഡ്സ്, ഇതൊക്കെ വരാം, പുറകെ വരാം, ഒന്നൊന്നായിട്ട് വരാം. നിങ്ങളുടെ കുണ്ടിയിൽ ഒരു എന്തായാലും മൈലാഞ്ചി ഇട്ട് തരൂ പ്രാങ്ക് കണ്ടു, ലേശം എങ്കിലും ഉളുപ്പുണ്ടോ മലവാണങ്ങളെ, ഞാൻ വിളിച്ചതല്ല, അവരെ കമന്റ് ബോക്സിൽ അവരെ വിളിച്ചിരിക്കുന്നതാണ്. ചേച്ചിമാർക്ക് കൊണ്ടൊരു വീക്ക്നെസ് ആണ് മലവാണങ്ങൾ, അവനൊരു സുഖം കിട്ടി, കുണ്ടി ചേച്ചി ഇതിൽ നിന്നും കിട്ടുന്ന കാശ് കൊണ്ട് അച്ഛന് പൂട്ട് വാങ്ങി കൊടുക്കണം, എന്നിട്ട് പറഞ്ഞ സംസ്കാരം വിറ്റ് കിട്ടിയ കാശാണെന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ കമന്റ് ബോക്സ്. ശരിക്കും പരാന്താണോ? നല്ല അച്ഛനോ എന്നൊക്കെ പറയുന്നു. മലവാണങ്ങൾ എന്ന് പറയുന്നത് നിന്നെയൊക്കെ വീട്ടിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണോ ഇതൊക്കെ? ഈ നമ്പറിലൊന്ന് വിളിക്കുമോ? വീട്ടിൽ ചെറിയ കൊച്ചു കാര്യങ്ങളില്ല, അതാണ് ഇങ്ങനെ പറയുന്നത്. നിനക്കൊക്കെ വേറെ പണിക്ക് പോയിക്കൂടെ? ഇത് ചിരിയല്ല വരുന്നത്, പണം വരും പോകും, അതല്ലാതെ വേറെ ഒന്നുണ്ട്, അത് കിട്ടില്ല, അത് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര പണം ഉണ്ടായിട്ടും എത്ര സംഭവം ഉണ്ടായിട്ടും ഒന്നും വലിയ കാര്യമൊന്നുമില്ലേ. നല്ല വിവരവും സമൂഹത്തിനോടുള്ള ഇടപെടാനുള്ള രീതികളും മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലെ എന്ത് ഒരു ജോലി നിൽക്കേ, ബാക്കി ഇത് മറ്റ് സംഭവങ്ങൾ കാണിച്ചത് കഴിഞ്ഞിട്ടില്ല, ഇതിനൊരു അവസാനം വേണ്ടേ നമുക്ക്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവരോടൊരു മാന്യത കാണിച്ചു. ഓക്കെ, ഇനി ഈ RJ അഞ്ജലിട്ടേക്കണ ലേറ്റസ്റ്റ് പോസ്റ്റ്, മറ്റേ വീഡിയോ എൻ്റെ വീഡിയോ വന്ന് അന്ന് രാത്രി തന്നെ അവർ ആ വീഡിയോ മുക്കി. പ്രാങ്ക് കോൾ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷൻ ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ്. ഷോക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു, അതിൽ നിർവ്യാജം ഖേദിക്കുകയാണ്. റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല, പക്ഷേ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമന്റുകൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികൾ അല്ല. നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വെർബൽ അബ്യൂസിന് ഈ സമൂഹമോ മറ്റുള്ള ആൾക്കാരോ നിങ്ങളോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അജാതി മലവാണത്തരവല്ലേ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അപരാധമായിട്ട് നിങ്ങൾ വിളിച്ചു പറഞ്ഞത്. ആ വിളിച്ചു പറഞ്ഞതിന് ശേഷം ജനങ്ങൾ, ഒരു സ്ത്രീ അവരുടെ ഒരു പൊതു ഇടത്തിൽ, അവർ എവിടെ ആയിക്കോട്ടെ, ആ സ്ത്രീ ജോലി ചെയ്യുന്ന സ്ഥലം, അവർ ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ആണ്. മെഹന്തി ആർട്ടിസ്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? മെഹന്തി ആർട്ടിസ്റ്റുകളിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ്, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണ്, കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരിൽ പല ആൾക്കാരും നിങ്ങളുടെ ഈ വീഡിയോ വന്നതിന് ശേഷം, നിങ്ങൾ ഈ പറഞ്ഞ സംഭവത്തിന് ശേഷം അവരെ പല ആൾക്കാർ പരിഹസിക്കുന്നു, കളിയാക്കുന്നു, ഒരുപാട് പേര് നമ്മുടെ അടുത്തൊന്നും സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒറ്റ വീഡിയോ കാരണം അവരിന്ന് ഈ ഇട്ട് തരുമോ, അവിടെ ഇട്ട് തരും, ഇവിടെ ഇട്ട് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന്റെ കാരണക്കാർ നിങ്ങളല്ലേ? അതിന് നിങ്ങൾ മറുപടി പറയേണ്ടത് ആ സ്ത്രീയോടല്ലേ? നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ട ആ സ്ത്രീയോടല്ലേ? നിങ്ങൾ ഈ നിമിഷം വരെ ആ സ്ത്രീയോട് മാപ്പ് ചോദിച്ചോ? ആ ഒരു പൊതുജനങ്ങളോട്. ഇനി ഇത് തീർന്നിട്ടില്ല, ഇവരുടെ വീണ്ടും പല പോസ്റ്റുകളും മുക്കി. ഈ കമന്റ് ബോക്സിന്റെ അകത്ത്, കമന്റ് ബോക്സിനകത്ത് മുഴുവൻ ആൾക്കാരും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കമന്റ് ഇട്ടു. ആ കമന്റ് ഇട്ടവർക്ക് എല്ലാവർക്കും ഇവർ പരിഹാസിച്ചുകയും അപമാനിക്കുന്ന രീതിയിലും കളിയാക്കുന്ന രീതിയിലും ഒക്കെ കമന്റ്, അല്ലെങ്കിൽ ചുണയുണ്ടെങ്കിൽ നട്ടല്ലുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് ഓണാക്കണം. നിങ്ങളെ കമന്റ് ബോക്സ് ഓണാക്കണം, ജനങ്ങൾ കാണട്ടെ ആ കമന്റ് ബോക്സിന്റെ അകത്ത് എന്താണ് നിങ്ങൾ തിരിച്ച് മറുപടി കൊടുത്തതെന്ന്. ആ കമന്റ് ബോക്സ് ഓഫാ. ഇനി ഏറ്റവും വലിയ മറ്റേ വെളുപ്പിക്കൽ കാണിച്ചു തരാം. ബൂട്ടി ഹെന്ന is a term used to describe the application of henna design specifically on the buttocks or booty area. This can be the form of body art or a more recent trend in henna application എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളെല്ലാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്താണ് ഇവർ പറയുന്ന കുണ്ടി എന്നാ ഇവർ പറയുന്നത്. ഇതാണ് അവിടെ കുണ്ടി. ഇതിന് ഞാൻ പഠിച്ച ഭാഷയിലും അനാട്ടമിയിലും അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരഘടനയ്ക്കകത്ത് ഇതിനെ തൈസ് എന്നാ പറയാം, അതായത് നമ്മുടെ തൊട എന്ന് പറയും. ഇതിന്റെ പുറകിൽ അവർ വച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് കുണ്ടി എന്ന് പറയാം. നിങ്ങൾ പറഞ്ഞ സ്ഥലത്താണോ ഈ സംഭവം? എങ്കിൽ ഒരു കാര്യം ചെയ്യും, ബാക്കിൽ വരച്ച് പോയി ബട്ടർഫ്ലൈയുടെ ലെവലിലും മറ്റുള്ള സംഭവത്തിൽ സെന്ററിന്റെ അകത്ത് മറ്റൊരു ഇതൊക്കെ വെച്ചിട്ട് വെക്കി, അവിടെ വരച്ച് വെച്ച് കാണിക്കി. മറ്റുള്ളവരുടെ ഫോട്ടോ ഇട്ടില്ലേ സ്വന്തമായിട്ടും പറ്റുമല്ലോ, തെറ്റല്ലെന്നല്ലേ പറയുന്നത്? പബ്ലിക്കിലേക്ക് ഇടാമല്ലോ, ഇത് വേറെ ആളുടെ ശരീരമല്ലേ, നിങ്ങളുടെ ശരീരത്തിനകത്തേക്കും നിങ്ങൾ ഇതുവരെ ഇടാമല്ലോ. ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ കൊണ്ട് നിങ്ങൾ ഈ കുണ്ടിയിലൊക്കെ വരപ്പിച്ചിട്ട്, ആവശ്യമുള്ള പെൺകുട്ടി ഉണ്ടല്ലോ, അത് വരപ്പിച്ചിട്ട് കൊണ്ടിട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കേ പബ്ലിക്കിന്റെ മുമ്പിലേക്ക്. അങ്ങനെ കാണിച്ച് ധൈര്യം കാണിക്കേ, അപമാനിക്കുന്നതല്ല, നിങ്ങൾ കാണിച്ചതാണ് പറയുന്നത്. എന്നിട്ട് ആ കമന്റ് ബോക്സ് മുക്കി. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് ഇവർ പറയുന്ന ഫോം ഓഫ് മറ്റേ കുണ്ടി സെറ്റപ്പ്. തെറ്റ് കയ്യിൽ നിന്ന് പോയി, ഒരു കയ്യിൽ നിന്നും ഒരു അബദ്ധം പറ്റി, ഏത് മനുഷ്യനും പറ്റും. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്നവരാണ്. ആ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കിനെ തിരുത്തുക, ക്ഷമ ചോദിക്കുക. പൊതുജനങ്ങളോട് നിങ്ങൾ ചെയ്ത തെറ്റിനാണ് നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ടത്. നിങ്ങൾ തെറ്റ് ചെയ്ത ആ സ്ത്രീയോടാണ്, അവരോടാണ് നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ടത്. ആദ്യം അവരോട് നിങ്ങൾ ക്ഷമ ചോദിച്ചോ? പബ്ലിക്കലി നിങ്ങൾ ചോദിച്ചോ? പ്രൈവറ്റ് ആയിട്ട് ചോദിച്ചോ? ചേച്ചി, നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഇൻബോക്സിലേക്ക് വരിക. നിങ്ങൾ അറിയുന്ന ആ സ്ത്രീ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിലോ എൻ്റെ ഇൻബോക്സിലോ ദയവായി നിങ്ങളൊന്ന് ആ സ്ത്രീ ആരാണെന്നൊന്ന് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. കാരണം ഇതങ്ങനെ വിടാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, അതിനുശേഷം കഴിഞ്ഞില്ല, ഇനി ഇവരുടെ സ്റ്റോറിയിലേക്ക് പോകാം. പ്രാങ്ക് കോൾ എന്ന് നേരത്തെ പറഞ്ഞില്ലേ. ഇനി ഈ നിരഞ്ജന എന്ന് പറയുന്ന
അടുത്ത ഇതിന്റെ മറ്റേ ഒരു സംഭവങ്ങളെല്ലാം പറഞ്ഞ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, അവരുടെ വാളിൻ്റെ അകത്ത് ഈ ഇട്ടേക്കണ പോസ്റ്റ് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനകത്തൊരു സംഭവമുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടേക്കുള്ള ആൾക്കാർക്ക് എന്തുമാത്രം പെയിൻ ഉണ്ടാക്കിയത് അവർക്ക് മനസ്സിലായി. ഹലോ എവ്രി വൺ, കുറച്ച് ഡേ മുന്നേ പോസ്റ്റ് ചെയ്ത ഒരു മെഹന്തി റിലേറ്റഡ് പ്രാങ്ക് വീഡിയോ. അതെന്താ അങ്ങനെ പറയുന്നത്? മെഹന്തി റിലേറ്റഡ് പ്രാങ്ക് വീഡിയോ അല്ലല്ലോ നിങ്ങൾ ചെയ്തത്. അത് ആരെയും വ്യക്തിഹത്യ ചെയ്യാനോ ആരുടെയും പ്രൊഫഷനെ കളിയാക്കാനോ വേണ്ടി ചെയ്തതോ അല്ല. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വി ആർ അപ്പോളജൈസിങ് ഫോർ ദാറ്റ്. അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ഇന്റൻഷനിലേ ഇല്ലായിരുന്നു. അതൊരു ജസ്റ്റ് ഫോർ ഫൺ കണ്ടന്റ് ആയി മാത്രമേ വിചാരിച്ചുള്ളൂ. അല്ലാതെ ഒരു സ്ത്രീയെ അപമാനിക്കാനോ അവരുടെ പ്രൊഫഷനെ കളിയാക്കാനോ വേണ്ടി ചെയ്തതല്ല. അങ്ങനെ തോന്നിയെങ്കിൽ വി ആർ എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ഞങ്ങൾ അതിന് ക്ഷമ ചോദിക്കുന്നു. ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട്, ഏതെങ്കിലും പ്രൊഫഷനെയോ ആ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയോ കളിയാക്കിയും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് ആരെയാണ്? കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പല ആൾക്കാരും ഇവരുടെ ഈ ഒരു സംഭവം കാരണം കളിയാക്കപ്പെടുന്നു. ഇവരുടെ ഒറ്റ റീസൺ, ഇവർ തന്നെയാണ് കാരണം. സമൂഹത്തിന്റെ അകത്ത് നമ്മൾ പറയുന്ന എന്തുകൊണ്ടാണ് ന്യൂസ് റൂമുകളുടെ അകത്തിരുന്ന് ഡിബേറ്റ് നടക്കുമ്പോഴും അവരെന്തുകൊണ്ട് മാന്യത പാലിക്കുന്നു? കോളേജ്, സ്കൂള്, പബ്ലിക്, ഏത് പൊതുരംഗങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ എല്ലാം സംസാരിക്കുന്നത് നമ്മളെല്ലാവരും ചിലപ്പോൾ അവരുടെ പ്രൈവറ്റ് ഏരിയയിൽ തെറി പറയുന്നതായിരിക്കും. പബ്ലിക് പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ഉപയോഗിക്കുന്ന വാക്കുകളിൽ സഭ്യത വേണം, മാന്യത വേണം. മനസ്സിലാവുന്നുണ്ടോ? അത് അങ്ങനെ തന്നെയാണ്. ഫാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം കുറച്ച് ദിവസം നാളിന് മുമ്പ് തൊപ്പി എന്ന് പറഞ്ഞ പയ്യൻ ഒരു വിളി വിളിച്ചു എന്നുള്ള ഒരു സംഭവത്തിന് കേസ് എടുത്തിട്ടുള്ള ഒരു നാടാണിത്. അപ്പൊ നിങ്ങൾ ഈ പബ്ലിക്കിന്റെ അകത്ത് ഈ ഒരു പ്രയോഗം നടത്തിയതിനകത്ത് അവിടെ കൊണ്ട് ഇട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു സ്ത്രീയോട് പറഞ്ഞു കല്യാണമാണെന്ന് പറഞ്ഞ് ആ സ്ത്രീയെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരുടെ മുമ്പിലേക്ക് ഒരു കസ്റ്റമറായിട്ട് നിൽക്കുകയും അതിനുശേഷം അവരെ അപമാനിക്കുകയും അവർ കമന്റ് ആ ഒരു കോൾ കട്ട് ചെയ്തതിനു ശേഷം അവരെ ഭയങ്കരമായിട്ട് മോശപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ നിങ്ങൾ? അല്ലേ? കഴിഞ്ഞില്ല. ഇനി ആ ഒരു സംഭവത്തിന് ശേഷം ഇത് തന്നെ ഇട്ടിട്ട് ഇവര് ഓരോരോ മ്യൂസിക് ഒക്കെ ഇടും. ഓക്കെ, പിള്ളേച്ചനും കണി പിള്ളേച്ചൻ കേരളം കത്തിക്കുമോ? ഇത് എന്തർത്ഥത്തിലാണ്, ഏതർത്ഥത്തിലാണെന്നുള്ള കാര്യമൊക്കെ അവർ തന്നെ പറയട്ടെ. പക്ഷെ പറയാതെ നമുക്കെല്ലാവർക്കും മനസ്സിലാവും പിള്ളേച്ചൻ കേരളം കത്തിക്കും. എന്താ പിള്ളേച്ചൻ കണി കണ്ട കാര്യം എന്താ അറിയാലോ അല്ലേ? ഇത് കത്തിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ആരോടാ? സമൂഹത്തിനോടാണ് അല്ലേ? അടിപൊളി, നന്നായി വരട്ടെ. ഇതിനെല്ലാത്തിനും മറുപടി സമൂഹത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, വലിയ പിന്നെ ഭയങ്കര സംഭവങ്ങളൊക്കെയാണ് നടന്നേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇവർ ചെയ്തൊരു ആ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലും ഒരു മീഡിയ പേഴ്സൺ ആണ്, മറ്റുള്ള സംഭവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഏതോ ഒരു ജോലി ചെയ്യുന്ന ഒരു തൊഴിലെടുക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് അവരെ ഏറ്റവും മോശമായ നിന്ദ്യമായ ഭാഷയിൽ വെർബൽ അബ്യൂസ് ചെയ്തു. എന്തുകൊണ്ട് ആ സ്ത്രീ കോൾ കട്ട് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ. ഇവർ പറയുന്നു ക്ഷമ ചോദിക്കുന്നു, ഞങ്ങളുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. പബ്ലിക്കിനോട് ചോദിക്കുന്നു, ആ സ്ത്രീയല്ലേ വേദനിപ്പിച്ചത്? അവരോടല്ലേ മാപ്പ് ചോദിക്കേണ്ടത്? ഇവർ ക്ഷമ ചോദിച്ചത് എന്തിനാ? ആ വാക്ക് ചോദിച്ചു. ആ സ്ത്രീ കട്ട് ചെയ്ത് പോയതിന്റെ കാരണം എന്താ? അവർ ഇതുവരെ കേട്ടുകേൾവി പോലില്ലാത്ത രീതിയിൽ അവർ ഈ സ്ഥലത്തേക്ക് ഇട്ടു തരുമോ എന്ന് ചോദിച്ച സമയത്ത് ആ സ്ത്രീ ശരിക്കും പറഞ്ഞ വല്ലതായി. ഇനി ആ സ്ത്രീ ഈ ലോകത്ത് നിന്ന് ഇന്നലെ മെനഞ്ഞാന്നാണ് ഞാൻ വീഡിയോ ഇട്ടത്. ആ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് റിയാക്ഷൻ വീഡിയോസ്, ട്രോളുകൾ ഒക്കെ വന്നു. ഉബൈദ് ഇബ്രാഹിമിന്റെ ചാനലിലൊക്കെ അത് ട്രോളായിട്ട് വന്നു. വലിയ സന്തോഷമുള്ള കാര്യം. അങ്ങനെ ഈ ഒരു വീഡിയോ പ്രചരിക്കപ്പെട്ടു, ഒരുപാട് ട്രോളായിട്ടൊക്കെ മാറുന്നു. ഇതെല്ലാം പ്രചരിക്കപ്പെടുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന വോയിസ്, ആ അങ്ങേ തലക്കിൽ നിന്ന് കേൾക്കുന്ന ആ നിസ്സഹായ സ്ത്രീയുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ട്രോമയല്ലേ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? ഇനി അവരുടെ ഫോണിലേക്ക് ഒരു കോൾ വരുമ്പോൾ ആ കോൾ വരുമ്പോഴേക്ക് ഏത് കോളായിരിക്കും, ആരായിരിക്കും എന്നെ വിളിക്കുക എന്നുള്ള കാര്യം മാനസികമായിട്ട് ഒരു തരത്തിൽ വൈക്ലഭ്യം വരില്ലേ? അതുപോലെ തന്നെ മെഹന്തി ആർട്ടിസ്റ്റുകൾ എന്താ അത്രയും ഇവർ മറ്റേ ഒരു തരത്തിൽ കൾച്ചറലിസ്റ്റ് ആൾക്കാരാണെന്നാണോ വിചാരിക്കുന്നത്? അവരങ്ങനെ അപമാനിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് ആരെങ്കിലും രജിസ്ട്രേഷൻ ഒരു നമ്പർ തന്ന് നിങ്ങൾക്ക് കുറച്ച് പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയും എന്തും അപമാനിക്കും, വെർബൽ അബ്യൂസ് ചെയ്യും, വൃത്തിയോട് പറയും. റേപ്പിസ്റ്റ് നോട്ട് എ ജോക്ക് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം. ഇത് വെർബൽ അബ്യൂസ് ആണ്, നിങ്ങൾ പബ്ലിക്കിൽ ചെയ്ത കാര്യമാണ്. അതിന് നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ട ആ സ്ത്രീയോടാണ്. ആ സ്ത്രീയോട് നിങ്ങൾ ക്ഷമ ചോദിക്കാത്തടത്തോളം കാലം എത്ര പോസ്റ്റ് ഇട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോസ്റ്റ്, കുറച്ച് മുമ്പ് ഞാൻ വായിച്ച പോസ്റ്റ്, ആ നിരഞ്ജന എന്ന് പറയുന്ന പെൺകുട്ടി ഇട്ട പോസ്റ്റ് പോലും ഇവരുടെ വോളിലും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് കാണുന്നില്ല. കമന്റ് ബോക്സിൽ വന്നു, കമന്റ് ബോക്സ് എല്ലാം ഓഫാണ്. എന്നിട്ട് ഈ തൈസിലിട്ടയക്കുന്ന സംഭവം വെച്ചിട്ട് കാണിച്ചിട്ട് ഇതാണ് ബട്ടക്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഇതുവഴിയാണോ മറ്റേ 1, 2 പരിപാടിയൊക്കെ നടത്തുന്നത്? ഈ ഒരു വഴിയുടെ ആണോ? അല്ല, അറിഞ്ഞൂടാ. കാരണം മറ്റേ സ്ത്രീ പറഞ്ഞല്ലോ കുണ്ടിയാണെന്ന്. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കുക, മനസ്സിലായില്ലേ? ഒരല്പം മാന്യത കാണിക്കണം കേട്ടോ. അല്ലാതെ മറ്റേ ഈ തൊലിക്കട്ടി പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഞാൻ പ്രാങ്ക് ചെയ്യും, എന്നിട്ട് ഇവരുടെ കമന്റ് ബോക്സിലിട്ട് കമന്റിന്റെ രസം, ആ കമന്റിന്റെ അകത്ത് വരുന്നത് അറിയാമോ? ചിരിപ്പിക്കാനൊരു കഴിവ് വേണം, ഞങ്ങൾ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലേ എന്ന്. അതിന് മറുപടി ഉണ്ട് കേട്ടോ. ഞാൻ പറയാം, അതിന് മറുപടി ഉണ്ട്. ആ മറുപടി കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ അത് അത്രയും നിങ്ങളത് കേട്ടാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും പറ്റത്തില്ല. ആ മറുപടി ഞാൻ പറഞ്ഞാൽ
എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് ഞാൻ പരമാവധി ഒരു വ്യക്തിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പോലും ഞാൻ പറഞ്ഞു, അവരെ വളരെയധികം ന്യായീകരിച്ചുകൊണ്ടും അവരുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തിരുത്തണം എന്ന് പറഞ്ഞിട്ടും വളരെ മാന്യമായിട്ടിട്ട വീഡിയോ അവിടെ കിടപ്പുണ്ട്. എന്തുകൊണ്ട് ഇതിനുശേഷം ഇങ്ങനെ ചെയ്യേണ്ടി വന്നു വെച്ചാൽ ഇവര് ഒരുപാട് അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കമന്റ് ബോക്സിൽ റിപ്ലൈ കൊടുത്തിരുന്നത്. അതിനുശേഷം അവരുടെ പോസ്റ്റുകൾ പലതും മുക്കുന്നു, കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നു, വീണ്ടും പരിഹാസ ചുവടുള്ള രീതിയിലേക്കുള്ള പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നു. ഇത് കാണുന്ന ആ സ്ത്രീയും അതുപോലെ തന്നെ ഈ സമൂഹവും ഇവരെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഒരു ബാധ്യതയില്ലേ? അവർ ചെയ്ത് തെറ്റാണെങ്കിൽ ഒരു ക്ഷമ ചോദിച്ചാൽ അവിടെ തീർന്നില്ലേ? പിന്നെ ആരെയും അവരുടെ പുറകെ നടക്കുമോ? ഇങ്ങനെ വീഡിയോ ചെയ്യണം ഞാൻ ആഗ്രഹിച്ചതേ അല്ല, സീരിയസ്ലി അല്ല. സോ ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ആ അങ്ങേ തലക്കിലുണ്ടായിരുന്ന സ്ത്രീ അത് ആരാണെങ്കിലും ദയവായി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ അവരറിയുന്നവർ ദയവായി ഒന്ന് കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻബോക്സിലോ ഇത് ചെയ്യുക. അതുപോലെ തന്നെ മെഹന്തി ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് വേദന തോന്നിയില്ലേ? അല്ലെങ്കിൽ തൊഴിലെടുക്കുന്ന ഒരു സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ പറയൂ, നിങ്ങളോടാണ് ഇതുപോലെ സ്ഥലത്ത് നിങ്ങൾ തൊഴിലെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ അപമാനിക്കുന്ന രീതി പറഞ്ഞാൽ നിങ്ങൾക്ക് വേദന തോന്നുന്നില്ലേ? അവരതിന് ഈ ഉളുപ്പില്ലാത്ത വർഗം അല്ലെങ്കിൽ ഈ ഉളുപ്പില്ലാത്തവർ അതിന് ആ സ്ത്രീയോട് മാപ്പ് പറയേണ്ടതല്ലേ? സമൂഹത്തിനോട് നിങ്ങൾക്ക് ഭയങ്കര ഇതായി തോന്നിയെങ്കിൽ സമൂഹത്തിനോടൊന്ന്, ഏ സമൂഹത്തിനോട് നിങ്ങൾ മാപ്പ് പറയേണ്ട ആ സ്ത്രീയോടാണ്. ആ സ്ത്രീയോട് പറഞ്ഞതിന് ശേഷമാണ് സമൂഹത്തിനോട് നിങ്ങൾ മറുപടി മാപ്പ് പറയേണ്ടത്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ RJ അഞ്ജലിയോട് പറയാം, നിങ്ങൾക്കുള്ള പണി നിങ്ങൾക്ക് വന്നിരിക്കും. അത് ഞാനൊന്നും പറയുന്നൊന്നുമില്ല, അത് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്തേക്കുന്ന ഒരു വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തേക്കുന്നത്. ആ തെറ്റ് നിങ്ങൾക്ക് അതിൻ്റെ സംഭവങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം ഉണ്ടാവും എന്നുള്ളതാണ്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.